ആപ്പിൾ ടി പ്ലസിൽ ഈ വർഷം കുറേ നല്ല പടങ്ങളും സീരീസുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ ലോസ്റ്റ് ബസ് എന്നൊരു പടം റീസെൻ്റ്ലി ഇറങ്ങിയ ഫ്ലോറി ബസ് അതൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്തിരുന്നു. കണ്ടു നോക്കുക, അതൊക്കെ നല്ല അടിപൊളിയാണ്. ഇതേപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ള മറ്റൊരു സീരീസാണ് ചീഫ് ഓഫ് വാർ. നമ്മുടെ ജേസൺ മോമോ പ്രധാന വേഷത്തിലുള്ള സീരീസ്. ഈ ചങ്ങായി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് കണ്ടു നോക്കിയതും. ഇങ്ങരുടെ തന്നെ സി എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്. അത് കുറേ പേർക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, കുറേ പേർക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല. 3 സീസണുള്ളൂ. ഐ തിങ്ക് ഇറ്റ് വാസ് ഹിസ് ബെസ്റ്റ്. മൂപ്പരുടെ കരിയർ ബെസ്റ്റ് സാധനങ്ങളിൽ നിന്നിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒന്നാണ് സി എന്ന് പറഞ്ഞ സീരീസ്. അത്ര അടിപൊളിയായിട്ട് അതിൽ ആ ഒരു ക്യാരക്ടറും കണ്ണ് കാണാത്തൊരു ക്യാരക്ടറാണ്, കണ്ണ് കാണാത്തൊരു വേൾഡാണ്. നമ്മുടെ ഈ ഒരു ഗുരു പടമില്ല അതുപോലെ ഉണ്ടാവും. അല്ല അടിപൊളി സീരീസാണ്, അത് കണ്ടു നോക്കുക. ദെൻ ഈ ചീഫ് ഓഫ് വാറിലേക്ക് വന്നാൽ ഇതേപോലെ തന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണെന്ന് പറയാം. നമ്മളിപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പല ഹിസ്റ്റോറിക്കൽ സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫ്രഞ്ച് സാധനങ്ങൾ കണ്ടിട്ടുണ്ട്, ചൈനീസ് സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ പല രീതിയിലുള്ള ഹിസ്റ്റോറിക്കൽ സീരീസുകളും അഡാപ്റ്റേഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ഹവായൻ അഡാപ്റ്റേഷനാണ് പറയുന്നത്. ഹവായൻ ഐലൻഡ്സിൽ നടന്നിട്ടുള്ള ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ഉണ്ട്. ഒരു 18th സെഞ്ച്വറിയിലൊക്കെ നടന്ന ഒരു യഥാർത്ഥ ഒരു സംഭവം. അതിന് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സീരീസ്. അവിടെ നടന്ന ഒരു 4 ട്രൈബ്സ് ഉണ്ട്. ഒരു ഹവായൻ ഐലൻഡ്സിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു 4 ഐലൻഡും 4 ട്രൈബ്സും. സോ അവരുടെ ഇടയിലുള്ള ഇന്റേണൽ പൊളിറ്റിക്സും ഇന്റേണൽ വാറുകളൊക്കെയാണ് സീരീസിൽ എടുത്ത് കാണിക്കുക. അവിടെ ശരിക്കും നടന്നൊരു സംഭവമാണ്. ഐ തിങ്ക് 70s അവസാനവും 80s തുടക്കത്തിൻ്റെ ഇടയിൽ നടക്കുന്നൊരു ഇവൻ്റാണ്. ശരിക്കും നടന്നൊരു ഐ തിങ്ക് ഒരു 30 വർഷത്തിൻ്റെ ഒരു വാറാണ്. അവരുടെ വാറെന്ന് പറഞ്ഞാൽ തോക്കും കോപ്പും വെടിവെപ്പും അങ്ങനത്തെ ഒന്നുമില്ല. അവർ യൂസ് ചെയ്യുന്ന നോർമലായിട്ടുള്ള വെപ്പൺസും അവരുടെ ആ ഒരു കോമ്പാറ്റ് സിസ്റ്റം ഒക്കെ തന്നെയാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഈ 4 ഐലൻഡ് ഉണ്ട്, അവിടെ 4 ട്രൈബ് ഉണ്ട്. അവർ തമ്മിലൊരു യൂണിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നതും അതിൻ്റെ ഇടയിൽ നടക്കുന്ന വാറും ഇതിൽ നിന്ന് വിട്ടു നിന്നൊരു ക്യാരക്ടർ, നമ്മളൊരു ഒരു ഒരു ബാഡ് ആസ് ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. സോ പഴയ ഡോൺ, പഴയ ഭാഷയായിരുന്ന ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ ഇതിൽ നിന്നൊക്കെ തന്നെ വിട്ടു നിന്നൊരു ഫാമിലി ലൈഫ് കൊണ്ടുപോവാണ്. പക്ഷേ മൂപ്പരെ എന്തൊക്കെ സാഹചര്യം മൂപ്പരെ ഇതിലേക്ക് പുള്ള് ചെയ്യുന്നു. സോ ആൾ തിരിച്ചു വന്ന് ഇവിടെ നടത്തുന്ന കോലാഹലങ്ങളാണ് ഈ സീരീസിൽ മുഴുവനായിട്ട് കാണിച്ചു തരിക. ആൻഡ് ഇവർ തമ്മിൽ അടിയുണ്ടാക്കുന്ന പറയുമ്പോൾ ആ ഒരു പ്ലാറ്റ്യൂം ആ ഒരു സ്റ്റേറ്റും ആ ഒരു ആ ഒരു ഏരിയ ഉണ്ടല്ലോ അതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ആണെങ്കിൽ ഒരു അടി നടക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു ബീച്ചിൻ്റെ സൈഡിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഒരു പോർഷൻസൊക്കെ ഒരു വലിയ സെറ്റ് പീസൊക്കെ നടക്കുന്നത് ഒരു വോൾക്കാനോയുടെ നടുക്കായിരിക്കും. സോ അങ്ങനെ ആ ഒരു ഏരിയയും ആ ഒരു ജോഗ്രഫിയും പ്രോപ്പറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ സാധനങ്ങൾ ചെയ്തിട്ടുള്ളതും. അതിന് കയറി കെട്ടി അടിക്കുന്ന പരിപാടിയൊന്നും ഇതിലില്ല. ചാടിക്കുത്തി മറിഞ്ഞടിക്കുന്ന പരിപാടിയൊന്നുമില്ല. എല്ലാം തന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആണ്. ഇപ്പോൾ അടിക്ക് സീക്വൻസുകളിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഈവൻ പഞ്ചിന് ഒരു സൗണ്ട് പോലും ഇവർ കൊടുത്തിട്ടുണ്ടാവില്ല. അത്രയും റിയലിസ്റ്റിക് ആയിട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഒരു സിനിമാറ്റിക് ഫീൽ നമുക്ക് കിട്ടില്ല. ചില സമയത്തൊക്കെ കാണുന്ന സമയത്ത് ഇത് ഭയങ്കര റോ ആയിപ്പോയി, ഭയങ്കര ഗ്രൗണ്ടഡ് ആയി പോയി എന്ന് ഫീൽ ചെയ്യും. പക്ഷെ അതാണ് ഇതിൻ്റെ രസം. നമ്മളിപ്പോൾ മറ്റ് സീരീസുകളൊക്കെ കാണുമ്പോൾ അത് ആ ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ ഒരു മാസ് ബിൽഡ് എലിവേഷൻ സാധനങ്ങളൊക്കെ തരുന്നുണ്ട്. ഇതിന് പക്ഷെ അങ്ങനെയല്ല. ഒരു നോൺ സിനിമാറ്റിക് അപ്രോച്ചിൽ ഭയങ്കര റിയലിസ്റ്റിക്കാണ്, ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടാണ്. ആക്ഷൻ സീക്വൻസുകളിലൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ്. സോ അതുകൊണ്ട് ചിലവർക്ക് ചിലപ്പോൾ ഇതിലെ ആക്ഷനൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. എനിക്ക് പക്ഷേ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഇതിനു വേണ്ടി നന്നായി. കാരണം അവർ പറയാൻ ഉദ്ദേശിച്ച കഥ ഇങ്ങനെയാണ്. അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ തന്നെയാണ്. അവർ രണ്ടാളുടെ പൊക്കത്തിലൊന്നും അവർക്ക് ചാടാൻ പറ്റില്ല. നോർമൽ ആൾക്കാർ തന്നെ. ദെൻ ഇതിൻ്റെ കാസ്റ്റിംഗ് എല്ലാം ഇപ്പോൾ ജെയ്സൺ മോമോ പ്രോപ്പറായിട്ട് അതുമായിട്ട് ആപ്റ്റായിട്ട് പോകുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു ഹവായൻ പീപ്പിളെ പോലത്തെ നമുക്ക് ഫീൽ ചെയ്യുക. അതല്ലാതെയുള്ള നോൺ ആക്ടേഴ്സിനും തന്നെ എടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ജപ്പാൻ സീരീസ് ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വർഷം ഇറങ്ങിയത്, മറ്റേ ആപ്പിളിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല പേര്. അതിലും ഇതേപോലെ തന്നെ ആ ഒരു എഡോ പീരീഡ് കാണിക്കുമ്പോൾ അത് ജപ്പാനിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. പുറത്തുനിന്നൊരു ക്യാരക്ടർ മാത്രം വന്നിട്ട് ഈ രീതിയിൽ ഈ സീരീസിലും പുറത്തുനിന്ന് ആരെങ്കിലും കാസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. അതിനകത്തുള്ള നമുക്ക് ഫീൽ ചെയ്യും ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ്, ഇവിടുത്തെ ട്രൈബ് തന്നെയാണെന്നുള്ള രീതിയിൽ എല്ലാം പ്രോപ്പറായിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള റൈറ്റാണ്. ഒരുപാട് ആക്ഷൻ സീക്വൻസുകളൊന്നുമില്ല. ചീഫ് ഓഫ് വാർ എന്ന് പേരെന്നുണ്ടെങ്കിലും ഫുൾ ഓൺ ഫുൾ വാറൊന്നും അല്ല. അതൊക്കെ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നുള്ളൂ എന്ന രീതിയിലാണ് ഇങ്ങനെ തുടങ്ങി വരുന്നേ ഉള്ളൂ. ക്യാരക്ടർ ഇൻട്രാക്ഷൻസും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കെമിസ്ട്രിയും അവരിലുള്ള ഒരു ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഒക്കെയാണ് ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സോ ഒരുപാട് ആക്ഷൻ സീക്വൻസുകൾ പ്രതീക്ഷിക്കരുത്. ഉള്ളതൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ട് ലിമിറ്റഡ് ആയിട്ട് വെച്ചിട്ടുള്ള സാധനങ്ങൾ. ഇതിൻ്റെ ലാസ്റ്റ് ആ ഒരു ഫിനാലെ എപ്പിസോഡുകളൊക്കെ അടിപൊളിയായിരുന്നു. അടുത്ത സീസണിലേക്കുള്ള ഒരു നല്ല ഹുക്കൊക്കെ തന്നിട്ടായിരുന്നു അത് നിർത്തിയത്. സോ മൊത്തത്തിൽ ഒരു ക്വാളിറ്റിയുള്ള റൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ ജെയ്സൺ മോമോന് ഇഷ്ടമുള്ളവരും ഈ ഒരു ഹിസ്റ്റോറിക്കൽ പീരീഡ് ബേസ്ഡ് സാധനങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരും നമ്മളിപ്പോൾ ഒരു വെറൈറ്റി അപ്രോച്ചാണ്, ഒന്ന് കണ്ടു നോക്കാം. ആപ്പിൾ ടി പ്ലസിലുണ്ട്. ഓൾറെഡി ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടവരാണെങ്കിൽ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.